ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് ആക്ഷൻ ആണ്. നെക്സ്റ്റ് ആക്ഷൻ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹീലിങ്ങിന് ആവശ്യമുള്ളവർക്കും ഒക്കെ ബ്രേസ്ലെറ്റ് ആണ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ആണ്. എന്തെങ്കിലും ഹീലിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ആവാൻ, ചക്ര മെഡിറ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനുള്ള ബ്രേസ്ലെറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഏസ് ഓഫ് പെൻറ്റക്കിളാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. കിങ് ഓഫ് സോർഡ്സ്, മജീഷ്യൻ, സിക്സ് ഓഫ് സോർഡ്സ്, വേൾഡ് കാർഡ്, സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഇപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ സ്പ്രെഡ് കിട്ടുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്റ്റെബിലിറ്റി കാണിച്ചു തരുന്നതാണ്. അതായത് ഇപ്പം അതൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അവരുടെ ലൈഫിലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റെബിലിറ്റിയിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മെയിൻലി കാണുന്നത്. ഇവിടെ ഫീലിങ്സിനകത്ത് നിങ്ങളടുത്ത് വളരെയധികം അട്രാക്ഷൻ തോന്നുക, ആകർഷണം തോന്നുക, അതുപോലെ നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എനിക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മനസ്സോടെ മൂവ് ചെയ്തു പോകുന്ന ഒരാളുടെ എനർജിയാണ്. ഓക്കെ, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ മനസ്സോടെ അവർ മൂവ് ചെയ്ത് പോവാണ്. ഐ തിങ്ക് ഇതൊരു എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇത് എല്ലാവരുടെയും എനർജി അല്ല, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന മാത്രം എടുക്കുക. ഓക്കെ, അപ്പം ഇവർ പോകുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എനിക്കിവിടെ വ്യക്തികളെയാണ് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ മനസ്സോടെ മൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബാക്കി ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ട്, ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിലൊരു സ്റ്റെബിലിറ്റി ഇവിടെ ഈ പേഴ്സൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവർ അവരുടെ കൂടെ മൂവ് ചെയ്യുമ്പോഴും അവരുടെ ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അതാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് അവരുടെ ഇപ്പം ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോകുമ്പോൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കെയറിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അത് ഈ പേഴ്സൺ അവിടെ കിട്ടുന്നില്ല. ഓക്കെ, അവർ പേഴ്സണലി അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന ആകർഷണം മൂലം വരുന്നത് പോലെ, കാന്തം അട്രാക്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി വരുന്ന സമയത്ത് ഒരുപാട് തോട്ട്സ് ഉണ്ട്. ഈ പേഴ്സൺ ഒരുപാട് തോട്ട്സ് ഉണ്ട് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് അവരുടെ സിറ്റുവേഷൻസും അതുപോലെ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈഗോ ക്ലാഷസുകൾ. ഓക്കെ, നീ ആദ്യം വാ, അല്ലെങ്കിൽ പിന്നെ നീ ആദ്യം മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഈഗോ ക്ലാഷസുകൾ ഉള്ളതുപോലെ കാണിച്ചു തരുന്നുണ്ട്. സോ അങ്ങനെ ആ ഈഗോ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അവരെ ഇങ്ങനെ ഇവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, ഇവരുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്ന സമയത്ത് ബാലൻസ്ഡ് ആണ്. അവർ ഇതുണ്ടോ, ഒരു വലിയൊരു കടലിൻ്റെ നടുവിൽ കസേരയിട്ടിരിക്കണ ഒരു കിങ്ങിൻ്റെ എനർജിയാണിത്. അപ്പം അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പം അത് പുറത്തോട്ട് അവർക്ക് ആരിലേക്കും അവർ എത്തിക്കുന്നില്ല, സ്പ്രെഡ് ആക്കുന്നില്ല. ഓക്കെ, അത് എത്താൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് നമുക്കത് ജസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു കടലിൻ്റെ നടുവിൽ കസേരയിട്ട് നമ്മളൊരു സംഭവം അല്ലെങ്കിൽ ഒരു സംഭവം നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ അത് എത്താൻ എത്ര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അവരുടെ എനർജിയും. ബാലൻസ്ഡ് ആണ്, കൺട്രോൾഡ് ആണ്. അവരതങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പക്ഷേ അവരുടെ ഉള്ളിൽ നിറയെ ഭയങ്കര തോട്ട്സാണ്. അത് ചിലപ്പം നിങ്ങളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അത്രയും മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ തമ്മിൽ അത്രയും ബോണ്ടിങ് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം.
അതായത് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുക, എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ്ങിന് പോവുക, കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് മെസ്സേജിലായിക്കോട്ടെ, കോളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതിലായിക്കോട്ടെ. ഒരുപാട് നേരം പരസ്പരം ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ടാകാം. ചിലപ്പം അത് തന്നെയായിരിക്കാം ഈ വ്യക്തി ഇപ്പം നിങ്ങൾ തന്നെയാണ് ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ലൈഫിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെയുള്ളതാണ് സന്തോഷകരമായത് എന്നുള്ള ഒരു മിസ്സിങ്, അല്ലെങ്കിൽ ആ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഓക്കെ, 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ, ലൈഫിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സമയം വരട്ടെ, അല്ലെങ്കിൽ സമയം അവർക്ക് അനുകൂലമാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം അവർ ഒരു വെയിറ്റിംഗ് എനർജിയും കൊടുക്കുന്നുണ്ട്. ഈ വെയിറ്റിംഗ് എനർജി നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ഇത് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. ഭയങ്കരമായിട്ടുമുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവലി ഉള്ള ഫീലിങ്സ് നല്ല രീതിക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞുള്ളൊരു കാര്യം അട്രാക്ഷനാണ്. നിങ്ങളെനിക്ക് വളരെയധികം ആകർഷണം വരുന്നുണ്ട്. അതൊരു മിസ്സിങ്, ഭയങ്കരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഭയങ്കരമായിട്ടും അവരുടെ പ്രസൻസ് ആഗ്രഹിച്ച് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് അവരുടെ ഫീലിങ്സിനകത്ത് മെയിൻലി പറയാനുള്ളത്. അപ്പം ഈ പേഴ്സണ് എന്താ പറയുക, ഫിസിക്കലി ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു കണക്ഷൻ വളരെയധികം തോന്നുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ഉണ്ടായിരുന്നിട്ടുള്ള 2 വ്യക്തികളായിരിക്കാം. ഓക്കെ, അതായിരിക്കാം അവർക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സും കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് ഉള്ളിൽ അവർക്ക് തോന്നുന്നുണ്ട്. അതൊരു വളരെയധികം ഉള്ളൊരു മിസ്സിങ് എനർജി തന്നെയാണ്. ആൻഡ് എഗെയിൻ എംപ്രസ് കാർഡാണ്, കൺഫർമേഷനാണ്, റൊമാൻറ്റിക് എനർജി, റൊമാൻസ് തോന്നുക, മിസ് ചെയ്യുക, അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ് കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു മദറിനെ പോലെ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളും അവർ മിസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ സെക്ഷലി ഉള്ള ഫീലിങ്സും കൂടി എഗെയിൻ കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പം ഇത് ഡീപ്പായിട്ടുള്ളൊരു ഫീലിങ്സ് ആണ് അവരത് നിങ്ങളടുത്ത് വളരെയധികം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും തുറന്നു വരുന്ന ഫീലിങ്സ് ആയിട്ടാണ് കാണിച്ചു വരുന്നത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ സീക്രട്ടായിട്ട് ഈ പേഴ്സൺ സൂക്ഷിക്കുന്നുണ്ട്. അതായത് ഇവർ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ എവിടെയും ഇവരിതിനെ കാണിക്കുന്നില്ല. ഹൈ പ്രീസ്റ്റസ് വളരെ മിസ്റ്ററി, അല്ലെങ്കിൽ ഹൈഡ്, അല്ലെങ്കിൽ വളരെ ഹിഡൻ, എന്താ പറയുക, ഇപ്പം ആർക്കും തുറന്നു നോക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ തുറന്നു നോക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക, അത്രയും സ്ട്രോങ് ആയിട്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അവരുടെ അടുത്ത് ഇപ്പം മെസ്സേജ് പറയുകയാണ്, എനിക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൻ്റെ റിപ്ലൈ ചിലപ്പം ഓ ആണോ എന്നായിരിക്കും. അതായത് അവർക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളെന്ന് ആലോചിക്കുമ്പം വളരെയധികം പ്രസൻസും കാര്യങ്ങളും മിസ്സിങ്ങും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചാരിയിട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് അങ്ങോട്ട് വരാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതായത് ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് എഗെയിൻ പ്രപ്പോസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് എവിടേക്കോ എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്, ഇതൊരു മാരേജ് പോലെയുള്ളൊരു കാര്യമാണ്, ലൈഫിലേക്ക് കൂടെ കൂട്ടുക. ഓക്കെ, ലൈഫിലേക്ക് ചേർത്ത് പിടിക്കുക, ആ ഒരു എനർജിയാണത്. 2 സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് സിറ്റുവേഷനാണ്, അതായത് നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പം നെക്സ്റ്റ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ലൈഫിലൊരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പം വ്യക്തികളാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനെങ്കിൽ അവർ അവരുടെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ സന്തോഷത്തിലല്ല. 2 സോർട്സിൻ്റെ എനർജി വരുന്ന സമയത്ത് ഈ പേഴ്സൺ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഇവർ മൂവ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനും ഇപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളും ഒരേപോലെ ഈക്വാലിറ്റി ഉണ്ട്. അതായത് അവർക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും വിട്ട് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ, അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ വിട്ട് കളയത്തില്ല, മറ്റേ സിറ്റുവേഷനും അവർ വിട്ട് കളയത്തില്ല. ഓക്കെ, അപ്പം അത് അവർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ വിട്ട് കളയുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവരെ വിട്ട് കളയുക എന്ന് പറയുന്നതോ അവർക്ക് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ എനർജിയാണത്. വേദനിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന, മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു വ്യക്തി.
5 of Wands ആൻഡ് 7 of Cups ആണ് നമുക്ക് ഇവിടെ ആക്ഷൻ ആയിട്ട് കിട്ടിയത്. ആൻഡ് 2 of Swordsഉം Queen of Cups ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട്. സോ ഈ പേഴ്സൻ്റെ അവസ്ഥകൾ കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ആക്ഷൻസ് ഈ പേഴ്സൺ എടുക്കുന്നത്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പം റെസ്പോൺസിബിലിറ്റി അധികമാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റികളുണ്ട്, എന്തിലൊക്കെയോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തികളായിട്ടോ ഫാമിലിയിലോ അങ്ങനെ എന്തിലൊക്കെയോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പം അത് അവർക്ക് ഒതുങ്ങണം. അതിലൊരു തീരുമാനമായെങ്കിൽ മാത്രമേ നിങ്ങളിലേക്കുള്ളൊരു നെക്സ്റ്റ് ആക്ഷൻ അവരെടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ചാരിയറ്റ് അവർ നിങ്ങളെ എഗെയിൻ പ്രപ്പോസ് ചെയ്ത് വരണം എന്നുള്ള ചിന്തയുള്ള ഒരാളാണ്, ആക്ഷൻ എടുത്ത ഒരാളല്ല. അവർ ചിന്തിച്ച് വെച്ചേക്കുവാണ് നിങ്ങളിലേക്ക് എഗെയിൻ വരണം എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ എനർജിയിൽ എന്തായാലും അവർ തീരുമാനം എടുത്തിട്ടില്ല. ഓക്കെ, അതായത് ആക്ഷൻ എടുത്തിട്ടില്ല, ആക്ഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല. ബിക്കോസ് സിറ്റുവേഷൻസ് കുറച്ച് സ്ട്രോങ് ആണ്, അത് അവർക്ക് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പം ഏകദേശം ഇവർ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, ന്യൂമറോളജിക്കലി നോക്കുകയാണെങ്കിൽ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ടൈം എടുക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, മീൻസ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് ഓപ്പണായിട്ടെങ്കിലും പറയുന്നത് എപ്പോഴൊക്കെ ആയിരിക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എനിക്ക് 10ന്റെ നമ്പറാണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്ട്രെസ്സിൻ്റെ കാർഡാണ്, ഒരു എക്സ്ട്രാ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു കാർഡാണ്. സോ അവർക്ക് സ്ട്രെസ് കുറയുന്ന സമയത്ത് നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ചിന്തകളും ഈ ഒരു ബാധ്യതകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവർ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 10 എന്ന നമ്പർ വരുമ്പോഴത്തേക്കും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലേറ്റാണ്. ഓക്കെ, കുറച്ച് ലേറ്റാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഫീലിങ്സ് എല്ലാം അവർ നിങ്ങളടുത്ത് തുറന്ന് കാണിക്കണം അല്ലെങ്കിൽ തുറന്ന് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ലേറ്റാണ്. അത് ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഒതുങ്ങുന്നത് പോലെ ഇരിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു ലേറ്റ് ആയിട്ടുള്ള ടൈമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പം 10 days ആയിരിക്കും അല്ലെങ്കിൽ 10 weeks ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ടൈമാണ് കാണുന്നത്. ഇനി നമുക്ക് സോഡിയക് സൈനുകൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മെയിൻലി ഏരിയസ്, കാപ്രിക്കോൺ, സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട് ആൻഡ് ലിയോ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അശ്വതി ഉണ്ട്, ഭരണി ഉണ്ട്, കാർത്തികി ഉണ്ട്, അവിട്ടമുണ്ട്, ഉത്രാട ഉണ്ട്, തൃക്കേട്ടി ഉണ്ട്, അതുപോലെ അക്വേറിയസ് വരുമ്പം മൂലമുണ്ട്, മകീരമുണ്ട്. ഓക്കെ, മെയിൻലി വന്നിട്ടുള്ള നാളുകൾ ഇതൊക്കെയാണ്. ഈ നാളുകൾ വരുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ റെസനേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിൽ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യാം കേട്ടോ.